നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി കെ മധുസാറിൻ്റെ ഒറ്റ നിറമുള്ള മഴവില്ല്, അതിലെ മൂന്നാമത്തെ ലേഖനമായ വീണ്ടും ഭ്രാന്താലയത്തിലേക്കോ എന്നുള്ള ലേഖനമാണെന്ന് വായിക്കുന്നത്. മനസ്സ് മരവിച്ചു പോയ നരബലിയുടെ നടുക്കത്തിൽ നിന്ന് കേരളം ഇനിയും മോചനം നേടിയിട്ടില്ല. അപമാന ഫലത്താൽ മലയാളികളുടെ തല കുനിഞ്ഞു പോകുന്ന ചരിത്ര സന്ദർഭമാണിത്. അനാചാരങ്ങൾ ഉറഞ്ഞു തുള്ളിയ ഭൂതകാലത്തിൻ്റെ ഗുഹാമുഖങ്ങളിൽ നിന്ന് നവോത്ഥാന മൂല്യങ്ങളുടെ പ്രകാശവഴികളിലൂടെയാണ് കേരളം മുന്നോട്ട് നടന്നത്. മാനവികതയുടെയും പുരോഗമനത്തിൻ്റെയും ആശയധാരകൾ തുറന്നുവെച്ച വർത്തമാനകാലത്തിലേക്ക് ജൈത്രയാത്ര നടത്തിയ മലയാളികളുടെ ചിന്താപരമായ അധഃപതനമാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. തങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി രണ്ട് മനുഷ്യജീവനുകളെ അരിങ്കൊല നടത്താൻ സാക്ഷര കേരളത്തിൽ ജീവിച്ചവർ എന്തുകൊണ്ട് തയ്യാറായി എന്ന ചോദ്യം സമൂഹ മനസാക്ഷിയെ അലട്ടുകയാണ്. കാട്ടളന്മാർ പോലും നാണിച്ചു പോകുന്ന ഈ കൊടും ക്രൂരകൃത്യം ചെയ്തു കൂട്ടിയത് ഒരു സിദ്ധൻ്റെ മോഹവലയത്തിൽ അകപ്പെട്ടവരാണത്രേ. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ ആഭിചാരക്രിയയ്ക്ക് ഇരയായത് നിരാലംബരായ രണ്ട് സ്ത്രീകളും. വിശ്വാസത്തിൻ്റെ മറവിൽ മറുനാടുകളിൽ സമാനമായ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ഉച്ചഭാവത്തോടെ അതിനോടെല്ലാം പ്രതികരിക്കുകയും കേരളത്തിൻ്റെ മഹത്വത്തെ നിരന്തരം പുകഴ്ത്തുകയും ചെയ്യുന്നവരാണ് മലയാളികൾ. വിശ്വാസങ്ങൾ കൊണ്ട് മറച്ചുവെച്ച കാപട്യത്തിൻ്റെ പുറന്തോടുകൾ പൊളിച്ച് മലയാളി പുറത്തു കടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ദൈവത്തെ കണ്ടെത്തിയതോടുകൂടിയാണ് ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള ആചാരങ്ങളും ആരംഭിച്ചത്. ആചാരവും അനാചാരവും തമ്മിലുള്ള അതിർവരമ്പുകൾ അതിലോലമാണ്. നൂൽപ്പാലത്തിലെ സഞ്ചാരം പോലെ അപകടം പിടിച്ചതാണത്. ദൈവത്തിൻ്റെ പ്രതീകമായി മതങ്ങളും അവയുടെ പ്രതിനിധികളായും പുരോഹിതരും രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് വിശ്വാസങ്ങളിൽ നിന്ന് കാലിടറി അന്ധവിശ്വാസങ്ങളുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് മനുഷ്യൻ്റെ പതനം ആരംഭിച്ചത്. ഭാരതത്തിൻ്റെ പ്രാചീനമായ സാംസ്കാരിക ജീവിത കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് വേദകാലത്ത് പോലും ദൈവത്തെയും ആരാധനയെയും സംബന്ധിച്ച് മൂർത്തമായ രൂപങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നില്ല. ഋഗ്വേദത്തിലെ പ്രസക്തമായ സൂക്തം ഇങ്ങനെയാണ്: കാമസ്തദ്രേക സമവർത്തതാദി മനസ്സോരേതഃ പ്രഥമം യഥാസീത് സദോ ബന്ധുമസതി നിരവിന്ദൻ ഹൃദി പ്രതീക്ഷ കവയോ മനീഷ. ആദ്യം ഇച്ഛയുണ്ടായി, മനസ്സിലെ ആദ്യ ബീജമായിരുന്നു അത്. ക്രാന്തദർശികൾ അറിവുകൊണ്ട് അന്വേഷിച്ച് ഇല്ലായ്മയിൽ സത്യം കണ്ടെത്തി എന്നാണ് അതിൻ്റെ ഒരു വിശകലനം എഴുതിയിരിക്കുന്നത്. സത്യാന്വേഷണം മനുഷ്യകുലത്തിൻ്റെ സഹജമായ വാസനയാണ്. ആദ്യകാലങ്ങളിൽ പ്രകൃതിശക്തികളെ ആരാധിച്ചിരുന്ന മനുഷ്യൻ മൂർത്തമായ ദേവതാ സങ്കല്പങ്ങൾ മെനഞ്ഞെടുത്തു. ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള വ്യഗ്രതാപൂർണമായ യാത്രയിലാണ് യജ്ഞങ്ങൾ രൂപം കൊള്ളുന്നത്. വേദങ്ങളുടെ പ്രാമാണ്യത്തെയും യജ്ഞങ്ങളുടെ ഫലപ്രാപ്തിയെ അംഗീകരിക്കാത്ത ദാർശനികന്മാരായിരുന്നു ചാർവാകന്മാർ. മദ്യമാംസപ്രിയ സൃഷ്ടിച്ചതാണ് യജ്ഞങ്ങളെന്നും സോമപാനവും ഹിംസയും പുണ്യകർമ്മങ്ങളല്ലെന്നും ചാർവാകന്മാർ സിദ്ധാന്തിച്ചു. യജ്ഞത്തിൽ ബലികഴിക്കപ്പെടുന്ന പശുവിന് സ്വർഗം ലഭിക്കുമെങ്കിൽ യജ്ഞകർത്താവ് എന്തുകൊണ്ട് സ്വന്തം പിതാവിനെ ബലി നടത്തി അയാൾക്ക് സ്വർഗവാസം നൽകുന്നില്ലെന്നും അവർ ചോദിച്ചു. സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളുടെ യുക്തിഹീനത അവർ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യൻ്റെ സ്വാർത്ഥമോഹങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളായി മതങ്ങൾ വളർന്നു തുടങ്ങിയതോടുകൂടി ആസ്തികമെന്നും നാസ്തികമെന്നും ദർശനങ്ങൾ വിഭജിക്കപ്പെട്ടു. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, വേദാന്തം എന്നീ ആസ്തിക ദർശനങ്ങൾ പ്രബലമായി നാസ്തിക ദർശനങ്ങളായ ബൗദ്ധം, ജൈനം, ചാർവാകം എന്നിവ അവഗണിക്കപ്പെടുകയും അധിനിവേശത്തിലാണ്ടു പോവുകയും ചെയ്തു. യാഗസംസ്കാരവും ബലിയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം നേടി. യാഗങ്ങൾ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ അലങ്കാര പ്രകടനങ്ങളായി മാറുകയാണ് ഉണ്ടായത്. ദൈവാരാധനയ്ക്കൊപ്പം പ്രേതാരാധനയും രൂഢമൂലമായി. മരണാനന്തര ആത്മാവ് നിലനിൽക്കുന്നുണ്ട് എന്ന വിശ്വാസമാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. സ്വർഗം പോകുവാനും പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം കൈവരിക്കാനുമുള്ള വിശ്വാസികളുടെ മോഹങ്ങൾക്ക് പൗരോഹിത്യം നിരന്തരം പ്രേരണ നൽകിക്കൊണ്ടിരുന്നു. ഇഹലോകത്തല്ല പരലോകത്താണ് സ്വർഗകാമനകൾ കാത്തിരിക്കുന്നത് എന്നവർ അനുയായികളെ വിശ്വസിപ്പിച്ചു. ജീവിത സമൃദ്ധിയുടെയും സ്വർഗാരോഹണത്തിൻ്റെയും സാക്ഷാത്കാരത്തിനായി കുറുക്കുവഴികൾ കണ്ടെത്താൻ തുടങ്ങി. ആ അന്വേഷണമാണ് ആഭിചാരക്രിയകളെ അഭിരമിക്കുവാൻ മനുഷ്യന് അവസരങ്ങൾ ഒരുക്കിയത്. മതം ശാസ്ത്രപുരോഗതിക്ക് വിലങ്ങുതടിയായിരുന്നുവെന്ന് ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ഏംഗൽസ് ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ പീഡാനുഭവങ്ങൾ അദ്ദേഹം ഉദാഹരിക്കുന്നു. ശാസ്ത്രജ്ഞരെ പള്ളി അത്യന്തം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരിൽ പലരെയും ജീവനോടെ ദഹിപ്പിക്കുകയും അവരുടെ കൃതികൾ ചുട്ടരിക്കുകയും ചെയ്ത ചരിത്രാനുഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള ആദ്യ ബലി അബ്രഹാമിൻ്റേതാണെന്ന് ബൈബിൾ ഉദ്ഘോഷിക്കുന്നു. അബ്രഹാമിന് 100-ാം വയസ്സിൽ ജാതനായ ഇസഹാക്ക് എന്ന ഏകപുത്രൻ്റെ ബലി ദൈവം ആവശ്യപ്പെടുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പുത്രനെ ബലി നൽകാൻ കത്തിയൂരിൽ അബ്രഹാമിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള പരീക്ഷണമായിരുന്നു അത്രേ അത്.
ക്രിസ്തു മതത്തിലെ അബ്രഹാമിൻ്റെ ബലി ഇസ്ലാം മതത്തിൽ ഇബ്രാഹിം നബിയുടെ പുത്രബലിയായി മാറുന്നു. ബലിപ്പെരുന്നാൾ ഒരു ഓർമ്മ പുതുക്കലായി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇവയിൽ നിന്നെല്ലാം വിശ്വാസികൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ദുഷ്ടാത്മാക്കളെ വശീകരിക്കാനുള്ള മന്ത്രവാദങ്ങളും താന്ത്രിക വിദ്യകളും എല്ലാ മതങ്ങളിലുമുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന അന്ധവിശ്വാസ വ്യാപാരവും പ്രാർത്ഥനായോഗങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തുന്ന നാടകങ്ങളും മന്ത്രിച്ചൂതലും എല്ലാം വിശ്വാസത്തിൻ്റെ മറവിൽ നടക്കുന്ന നഗ്നമായ ചൂഷണമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആത്മീയ വ്യാപാരം നടത്തുന്ന അമ്മ ദൈവങ്ങളും ആൾ ദൈവങ്ങളും മലയാളിയുടെ ചിന്താമണ്ഡലങ്ങളെ മലീമസമാക്കി കഴിഞ്ഞു. ഭക്തിയുടെ കച്ചവടത്തിലൂടെ വിശ്വാസത്തിൻ്റെ സാമ്രാജ്യങ്ങൾ അവർ പടുത്തുയർത്തിക്കഴിഞ്ഞു. കോർപ്പറേറ്റുകളെ തോൽപ്പിക്കുന്ന വാണിജ്യതന്ത്രങ്ങളിലൂടെ ഇവർ കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അക്ഷരാഭ്യാസം പോലുമില്ലാത്ത സിദ്ധന്മാരുടെ കാപട്യത്തിന് മുന്നിൽ ഈയാമ്പാറ്റകളെപ്പോലെ മലയാളി മയങ്ങി വീഴുന്നു. കാലം കുഴിച്ചുമൂടിയ ദുരാചാരങ്ങൾക്ക് ഉയിർപ്പ് നൽകി എഴുന്നള്ളിക്കുവാൻ മുന്നിൽ നിൽക്കുന്നത് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വിഹരിക്കുന്ന വിദ്യാസമ്പന്നരത്രേ. 21-ാം നൂറ്റാണ്ടിൽ ആദ്യ വർഷങ്ങളിൽ തൃശ്ശൂരിൽ നടന്ന സോമയാഗത്തിൻ്റെ വാർത്തകൾ കൗതുകത്തോടെയാണ് നാം കണ്ടത്. 19 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ആചാരഭാസത്തിന് കുടപിടിച്ച ദീർഘകാല നിയമസഭയുടെ നേതൃപദവി അലങ്കരിച്ച നേതാവും പ്രമുഖനായ ഒരു നിയമജ്ഞനുമായിരുന്നു. സമൂഹത്തിലെ പ്രതിഭാശാലികളുടെ കാർമ്മികത്വത്തിൽ അരങ്ങേറിയ യാഗത്തിന് മാധ്യമങ്ങൾ വലിയ പ്രചാരമാണ് നൽകിയത്. രോഗശുശ്രൂഷയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളും മഹാമാരിക്കാലത്തെ പാത്രം കൊട്ടലും ദീപം തെളിക്കലും ഗോമൂത്രം ചാണകവും പരിഹാരമായി നിർദ്ദേശിച്ച ഭരണാധികാരികളും നമ്മെ ലജ്ജിപ്പിക്കുന്നു. ഷഹീദ് ആയാൽ സ്വർഗം ലഭിക്കുമെന്ന് കരുതുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഇരകളാക്കി മാറ്റപ്പെടുന്നവർ വിശ്വാസത്തിൻ്റെ മറവിൽ വഞ്ചിക്കപ്പെടുകയാണ്. വിലക്ഷണ ചിന്തകളുടെയും ദുരാചാരണങ്ങളുടെയും താവളങ്ങളായി കുടുംബങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ഋതുമതികൾ അശുദ്ധരാണെന്നും അവർക്ക് ശബരിമല ക്ഷേത്ര പ്രവേശനം നിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ട് നാമജപ ഘോഷയാത്രയെ നയിക്കാൻ രംഗത്തിറങ്ങിയവരിൽ വലിയൊരു വിഭാഗം വിദ്യാസമ്പന്നരായ സ്ത്രീകളായിരുന്നു. ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയവർ വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് വിരോധാഭാസമല്ലാതെന്താണ്? ഭരണഘടനയും പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി പ്രസ്താവനകളുമൊന്നും ഇവർക്ക് ബാധകമാകുന്നില്ല. വർദ്ധിച്ചു വരുന്ന ദുരഭിമാന കൊലകളും സ്ത്രീധന കൊലകളും മലയാളിയുടെ രോഗഗ്രസ്തമായ മനോഭാവത്തെയാണ് പ്രതിഫലിക്കുന്നത്. നാടുവാഴ്ത്ത കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രാകൃതാചാരങ്ങൾ നാട്ടുനടപ്പുകൾ എന്ന പേരിൽ ആൾബലവും മേക്കരുത്തും ഉപയോഗിച്ച് നിരാലംബരായ സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പുരോഹിതവർഗം ഉണ്ടായിരുന്നു. സതി എന്ന ദുരാചാരത്തിന് സമാനമായി കേരളത്തിൽ നിലനിന്ന ഒരു ആചാരമുണ്ട്. മാമാങ്കത്തിൻ്റെ ഭാഗമായി നിലനിന്ന ആ ആചാരത്തെക്കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ P.K. ഗോപാലകൃഷ്ണൻ രേഖപ്പെടുത്തിയ ഒരു വസ്തുത കൗതുകം ജനിപ്പിക്കുന്നതാണ്. അംഗം വെട്ടി രക്തസാക്ഷികളാവുന്ന ചാവേറുകളെ കൂടാതെ മാമാങ്കത്തിൻ്റെ അവസാനം രാജാവിനോട് കൂറ് പ്രഖ്യാപിക്കുവാൻ രാജാവ് വാരി നൽകുന്ന ഒരു പിടി ചോറ് വാങ്ങിക്കഴിച്ച് ഉന്മത്തരായി നേരത്തെ തയ്യാറാക്കി ചിതയിലേക്ക് സ്വയം എടുത്ത് ചാടി ആത്മാഹുതി ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു അത്രേ. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ പരസ്യമായിട്ടായിരുന്നു ഈ ആഹുതി അരങ്ങേറിയത്. എത്ര ക്രൂരവും ഭയാനകവുമായ ആചാരമായിരുന്നു അത്! ഇന്നലകളിൽ ഇങ്ങനെ എത്രയെത്ര അനാചാരങ്ങൾ! അതിനെയെല്ലാം പൊരുതി തോൽപ്പിച്ചതാണ് കേരളീയ സമൂഹം ഇവിടെ വരെ എത്തിയത്. മലയാളിയുടെ മനസ്സിനെ നവീകരിക്കാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരുവും അനാചാരങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ചട്ടമ്പി സ്വാമികളും നവകേരളത്തിന് അടിത്തറ പാകിയ ദാർശനികരായിരുന്നു. എന്നാൽ ഒരു പടി കൂടി കടന്ന് തെളിമയോടുള്ള ശാസ്ത്രവീക്ഷണം മുന്നോട്ട് വച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അന്ധവിശ്വാസങ്ങളെ വേരുറക്കാൻ യുക്തിചിന്തയ്ക്കും ശാസ്ത്രചിന്തയ്ക്കും മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശ്രീനാരായണ ഗുരു ദൈവദശകം എഴുതിയപ്പോൾ അയ്യപ്പൻ സയൻസ് ദശകം എഴുതി. സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസെന്നേ തമസ്സെല്ലാം സയൻസിനു തൊഴുതു ഞാൻ. മന്ത്രചരണം, വശീകരണ യന്ത്രവും വലംപിരി ശംഖും വാസ്തുവുമെല്ലാം മലയാളിക്ക് ശീലമായി മാറിക്കഴിഞ്ഞു. പത്രദൃശ്യമാധ്യമങ്ങളുടെ വലിയ തുക മുടക്കി പ്രക്ഷേപണം ചെയ്യുന്ന ആത്മീയ പരസ്യങ്ങൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകളെയാണ്. വലംപിരി ശംഖും കുട്ടിച്ചാത്തൻ സേവയും മന്ത്രച്ചരടുകളും ധനാകർഷണ യന്ത്രങ്ങളുമെല്ലാം ആകർഷകമായ പരസ്യങ്ങളിലൂടെ എളുപ്പത്തിൽ സമ്പത്ത് നേടാനുള്ള അത്ഭുതവിദ്യയായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. ഈ ന്യൂ ജനറേഷൻ അന്ധവിശ്വാസങ്ങളുടെ ഒരു പടി അപ്പുറമാണ് ധനനഷ്ടങ്ങൾ തീർത്ത ആത്മഹത്യാ മുനമ്പുകൾ പതിയിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന സങ്കേതങ്ങളാണ് നൂറ്റാണ്ടുകൾ പിന്നിൽ മനുഷ്യന് തളച്ചിട്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ലാഭക്കൊതി കൊണ്ട് ഒരു സമൂഹത്തെ ആകെ രോഗഗ്രസ്തമാക്കി തീർക്കുന്നതിൽ മാധ്യമങ്ങളും ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. മന്ത്രവാദത്തിൻ്റെയും ആത്മീയതയുടെയും സ്പോൺസേഡ് പ്രോഗ്രാമുകൾ മാത്രമല്ല, റിപ്പോർട്ടിംഗ് ശൈലിയിലും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഓരോ വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും തങ്ങളുടെ റിപ്പോർട്ടിംഗ് ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്താൻ ഉതകും വിധമാണോ അതോ അന്ധവിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണോ എന്ന പരിശോധന ആവശ്യമായി വരും. അങ്ങനെയെങ്കിൽ പല അത്ഭുത വാർത്തകളും എഡിറ്റിംഗ് ഡെസ്കിൽ തന്നെ ചരമം പോകും. ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളാവട്ടെ അന്ധവിശ്വാസങ്ങളുടെ പൂരക്കാഴ്ചകളായി മാറിയിരിക്കുന്നു. അധോലോക കഥകളും കൊട്ടേഷൻ സംഘങ്ങളും അരാജകത്വം നിറഞ്ഞ കുടുംബാന്തരീക്ഷവും ചതിയും പകയും ഒക്കെയാണ് ടെലിവിഷൻ സീരിയലുകളുടെ പ്രമേയം.
മലയാളികളുടെ ചിന്തകളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അസംബന്ധ ചിത്രങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നത് പലപ്പോഴും ചാനലുകളുടെ ന്യൂസ് റൂമുകളാണ്. മഹാസാഹിത്യകാരന്മാർ ഉഴുതുമറിച്ചിട്ട മലയാളത്തിൻ്റെ മണ്ണിലാണ് ഈ വൈകൃതങ്ങൾ അരങ്ങേറുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത്വം ഗ്രന്ഥശാലകളുമുള്ള കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. പ്രതികരണത്തിൻ്റെ മാറ്റലുകൾ നമുക്ക് ഹൃദയങ്ങളിൽ ഉയരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മൃഗബലികൾ പോലും നിയമം മൂലം നിരോധിക്കപ്പെട്ട നാടാണിത്. ഇപ്പോൾ പുതിയ നിയമം നിർമ്മിക്കുവാൻ സർക്കാർ ആലോചിക്കുന്നു അത്രേ. നിയമം കൊണ്ട് മാത്രം നേരിടാൻ കഴിയാവുന്ന പ്രതിഭാസമല്ല ഇത്. കേരളത്തിൻ്റെ വൈജ്ഞാനിക നേട്ടങ്ങളും ശാസ്ത്രബോധവും യുക്തിചിന്തയും മുന്നിൽ വച്ച് ഒരു രണ്ടാം നവോത്ഥാനത്തിന് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു. എലന്തൂരിലെ കുറ്റവാളികളെ കല്ലെറിഞ്ഞു കൊല്ലാനോ ഗളച്ഛേദം ചെയ്യാനോ നമ്മുടെ രാജ്യത്ത് നിയമമില്ലാത്തതിനാൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഈ നരാധമർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വിശ്വാസങ്ങളുടെയും വിശുദ്ധിയും ആചാരങ്ങളുടെ അന്തസ്സും വീണ്ടെടുക്കുവാൻ അത് ആവശ്യമായി തീർന്നിരിക്കുന്നു. പുസ്തകം വായനയും കലയും സാഹിത്യവും ആയുധമാക്കി കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ അക്ഷരസ്നേഹികളുടെ ആകെ അണിനിരത്തി രംഗത്തിറങ്ങുക. മഹാകവി കുമാരനാശാൻ എഴുതിയതുപോലെ, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രം അതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. നന്ദി.